നമസ്കാരം. ദി ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യയുടെ വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ബച്ചോं को वो पढ़ाएं जो काम आए. അതെ, കുട്ടികളെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുക. നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ശരിക്കും ഒരു പുതിയ കാഴ്ചപ്പാട് തരുന്ന ഒന്നാണ്. തീർച്ചയായും വളരെ പ്രസക്തമായ ആശയങ്ങൾ. നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഈ അക്കാദമിക് വിഷയങ്ങളുണ്ടല്ലോ, അതിനൊക്കെ അപ്പുറം ജീവിതത്തിൽ ശരിക്കും ആവശ്യമുള്ള അറിവ്, കഴിവ് അതെങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാം, അതാണ് ആചാര്യജീതിൽ പറയുന്നത്. അതെ, കേൾക്കുമ്പോൾ വളരെ സിമ്പിളായി തോന്നാം. പക്ഷേ ഇതിന്റെ ഒരു ആഴം ജീവനോപയോഗി ജ്ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ജീവിതത്തിന് ഉപകാരപ്രദമായ അറിവ്, ജീവനോപയോഗി ജ്ഞാൻ. അതെ, സ്കൂളിലെയും കോളേജിലെയും പഠിത്തം അതൊക്കെ വേണം. പക്ഷെ അത് മാത്രം മതിയോ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ? പോരാ എന്നാണ് പുസ്തകം പറയുന്നത്, അല്ലേ? അതെ, പോരാ. ഒരു പ്രതിഭാശാലി വ്യക്തിത്വം, അതായത് തിളക്കമുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കാൻ ഈ പ്രായോഗിക അറിവ് അത്യാവശ്യമാണ്. ശരിയാണ്. പുസ്തകത്തിൽ പറയുന്നൊരു പ്രധാന കാര്യം, ഇപ്പോഴത്തെ ഒരു രീതി വെച്ച് പഠിച്ചിറങ്ങുന്ന പലർക്കും അവർ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്നതിലൊരു സംശയമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. വർഷങ്ങളോളം പഠിക്കുന്നു, പക്ഷേ ആ പഠിച്ചതിനനുസരിച്ചൊരു ജോലി അല്ലെങ്കിൽ ഒരു ജീവിതമാർഗം അത് കണ്ടെത്താൻ ചിലപ്പം ബുദ്ധിമുട്ടുന്നു. ശരിയാണത്. യുവാക്കൾക്കിടയിൽ ഒരു നിരാശ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ പ്രായോഗിക വിദ്യാഭ്യാസം പ്രസക്തമാടുന്നത്. വെറുതെ കുറെ കാര്യങ്ങൾ പഠിക്കുക എന്നതിനപ്പുറം ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള വളർച്ച. അതെ, ആരോഗ്യം എങ്ങനെ നോക്കണം, നമ്മുടെ മനസ്സിന്റെ ഒരു ബാലൻസ് അതെങ്ങനെ കീപ്പ് ചെയ്യാം, മറ്റുള്ളവരുമായിട്ട് എങ്ങനെ നന്നായി ഇടപഴകാം, അതെ, കുടുംബത്തിലും സമൂഹത്തിലും എങ്ങനെ ഒത്തുപോകാം, പിന്നെ കഠിനാധ്വാനം, വിനയം, ഇതൊക്കെ ഈ ലൈഫ് സ്കിൽസ് എന്ന് പറയില്ലേ? ലൈഫ് സ്കിൽസ്. അതെ, അതെല്ലാം വിദ്യാഭ്യാസത്തിൽ വരണമെന്നാണ് ഗ്രന്ഥകർത്താവ് പറയുന്നത്. ഇതൊക്കെയാണ് ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. നമ്മൾ ഈ മാർക്കിനും റാങ്കിനും പുറകെ പോകുമ്പോൾ ഈ അടിസ്ഥാന കാര്യങ്ങള് ചിലപ്പോ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ? സാധ്യതയുണ്ട്. പുസ്തകത്തിലെ അറിവ് പോലെ തന്നെ പ്രധാനമാണ് ഈ ജീവിത മൂല്യങ്ങൾ. ശരിയാണ്. കാരണം ഇത് വ്യക്തികൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കും, സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നല്ല ആരോഗ്യശീലങ്ങൾ, അത് ചെറുപ്പത്തിലെ പഠിച്ചാൽ അതൊരു ജീവിതകാലം മുഴുവൻ ഗുണം ചെയ്യില്ലേ? തീർച്ചയായും. അതുപോലെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി പെരുമാറാൻ പഠിക്കുന്നത്, അത് നമ്മുടെ ബന്ധങ്ങൾ നല്ലതാക്കും. ഇതൊന്നുമില്ലെങ്കിൽ വലിയ ഡിഗ്രിയൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, ജീവിതത്തിൽ ഒരു സംതൃപ്തി കിട്ടണമെന്നില്ല. ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയും കണക്കുമൊക്കെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങൾ അതും അറിയണമെന്ന് പറയുന്നുണ്ടല്ലോ. അതും പ്രധാനമാണ്. ബാങ്കിൽ എങ്ങനെ പോകണം, പോസ്റ്റ് ഓഫീസിൽ എന്തൊക്കെ സേവനങ്ങളുണ്ട്, ഒരു ഇൻഷുറൻസ് പോളിസി, അതിനെക്കുറിച്ച് ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങള്, സഹകരണ സ്ഥാപനങ്ങൾ. അതെ, ഇതൊന്നും അറിയാതെ പെട്ടെന്നൊരു ദിവസം ഇതൊക്കെ ചെയ്യേണ്ടി വരുമ്പോഴാണ് പലരും ബുദ്ധിമുട്ടുന്നത്. ശരിയാണ്. അപ്പോൾ ചെറുപ്പത്തിലെ ഇതിലൊരു ധാരണ കൊടുക്കുന്നത് നല്ലതാണ്. അതവരെ കൂടുതൽ സെൽഫ് സഫീഷ്യന്റ് ആക്കും. ഈ പ്രായോഗിക അറിവിന്റെ കൂടെ സ്വഭാവ രൂപീകരണം, അതിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. ആത്മനിർമ്മാൺ എന്ന് പറയുന്നുണ്ട്. ആത്മനിർമ്മാൺ, അതെ, സ്വയം കെട്ടിപ്പടുക്കുക. ഒരു വ്യക്തിയുടെ ക്യാരക്ടർ, വാല്യൂസ്, പേഴ്സണാലിറ്റി അതൊക്കെ നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കണം. വിദ്യാഭ്യാസം അതിന് സഹായിക്കണം. തീർച്ചയായും. ചെയ്യുന്ന കാര്യത്തിൽ ഒരു പെർഫെക്ഷൻ, ഉത്കൃഷ്ടത, മറ്റുള്ളവരെ ബഹുമാനിക്കുക, സമ്മാൻ, ഏറ്റെടുത്ത ജോലി പൂർത്തിയാക്കാനുള്ളൊരു ഉത്തരവാദിത്തം, ജിമ്മെദാരി, നമ്മുടെ നാടിന്റെ നല്ല സംസ്കാരം ഉൾക്കൊള്ളുക, സംസ്കാരവാൻ, ഇതൊക്കെ പഠനത്തിലൂടെ കിട്ടേണ്ട ഗുണങ്ങളാണ്. അപ്പോ അറിവ് നേടുന്നതിനൊപ്പം ഈ മൂല്യങ്ങളും വളർത്തണം. അതെ, കാരണം അറിവ് നല്ലതിനും ചീത്തയ്ക്കും ഉപയോഗിക്കാം. പക്ഷെ നല്ല മൂല്യങ്ങളുള്ള ഒരാൾ അറിവ് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ശരിയാണ്. മാർക്ക് വാങ്ങുന്നതിനേക്കാൾ പ്രധാനം ഇതാണെന്നാണ് ആചാര്യജി പറയുന്നത്. ശരിയാണ്. അപ്പോ ഈ ഉപജീവനമാർഗം, അതിന് സഹായിക്കുന്ന തരം പ്രായോഗിക വിഷയങ്ങൾ എന്തൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്നത്? ആജീവിക ഉപാർജൻ. അതെ, അതായത് ജീവിക്കാൻ ഒരു വഴി കണ്ടെത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ. അത് ഓരോ സ്ഥലത്തും വ്യത്യാസമുണ്ടാകാം. ശരി. എന്നാലും ചില ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ ചെയ്യാൻ പറ്റുന്ന കൃഷി, പച്ചക്കറി, പൂക്കൃഷി, പിന്നെ മൃഗങ്ങളെ വളർത്തുന്നത് ലാഭകരമായിട്ട്, കോഴി, പശു, ഭക്ഷ്യ എണ്ണങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ രീതികൾ, പിന്നെ കൈത്തൊഴിലുകൾ, മരപ്പണി, സോപ്പുണ്ടാക്കുന്നത്, മെഴുകുതിരി,
അങ്ങനെ പലതും. ഇതൊക്കെ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണല്ലോ. അതെ. ഇന്ന് ഇതിന് പ്രസക്തിയുണ്ടോ? തീർച്ചയായുമുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള രാജ്യത്ത് എല്ലാവർക്കും ഈ പറഞ്ഞ പോലത്തെ വൈറ്റ് കോളർ ജോലി കിട്ടണമെന്നില്ലല്ലോ. സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ ഈ അറിവ് സഹായിക്കും. ഒരു ചെറിയ ബിസിനസ് എങ്ങനെ തുടങ്ങാം, സാധനങ്ങൾ എങ്ങനെ വിൽക്കാം, സെയിൽസ്മാൻഷിപ്പ്, കണക്കുകൾ എങ്ങനെ നോക്കാം, ഇതിലൊക്കെ ട്രെയിനിങ് കൊടുക്കണമെന്ന് പറയുന്നു. വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നതും ഇതിൽ പറയുന്നുണ്ടോ? ഉണ്ട്. അതും ഒരു പ്രധാന ലൈഫ് സ്കില്ലായിട്ടാണ് കാണുന്നത്. കാരണം അക്കാദമിക് ആയിട്ട് നന്നായി പഠിക്കുന്നതിന്റെ കൂടെ സ്വയം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ അറിഞ്ഞിരിക്കുന്നത് ഒരു ധൈര്യം കൊടുക്കും. അതെ. പഠിച്ചിറങ്ങിയിട്ട് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന ടെൻഷൻ അതൊരു പരിധിവരെ ഒഴിവാക്കാം. ഏത് പ്രായത്തിലാണ് ഇതൊക്കെ പഠിപ്പിക്കാൻ പറയുന്നത്? ഏകദേശം ഒരു 6ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. അതായത് ഒരു 10-15 വയസ്സുള്ള പ്രായം. ആ സമയത്ത് തുടങ്ങുന്നതാണ് നല്ലതെന്ന് പറയുന്നു. ഓക്കെ. കാരണം ആ പ്രായത്തിൽ കുട്ടികൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്തു നോക്കാനുമൊക്കെ ഒരു ഉത്സാഹം കൂടുതലായിരിക്കും. അവരുടെ ഒരു താൽപ്പര്യമനുസരിച്ച് എന്തെങ്കിലും ഒന്ന് പഠിച്ചാൽ അത് ഭാവിയിൽ ഉപകാരപ്പെടും. അക്കാദമിക് പഠനത്തെ ഇത് ബാധിക്കുമോ? ഇല്ല. ഇത് അതിന്റെ കൂടെ കൊണ്ടുപോകാവുന്ന ഒന്നായിട്ടാണ് പറയുന്നത്. ഒഴിവു സമയങ്ങളിലോ മറ്റോ. ശരി. ഇനി സ്ത്രീകളുടെ വിദ്യാഭ്യാസം, പിന്നെ ഗൃഹവിജ്ഞാനം, ഹോം സയൻസ്, അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. കർത്താവ് ഈ ഗൃഹവിജ്ഞാനത്തെ, അതായത് ഗൃഹഭരണത്തെ, വെറുമൊരു അടുക്കള പണിയായിട്ടല്ല കാണുന്നത്. പിന്നെയോ? അതൊരു ശാസ്ത്രമാണ്, ഒരു സയൻസ്. ഒരു കുടുംബം നന്നായി കൊണ്ടുപോകാൻ അതിന്റെ സന്തോഷം, സാമ്പത്തികം, കെട്ടുറപ്പ്, ഇതിനൊക്കെ ഈ ഗൃഹശാസ്ത്രത്തിലുള്ള അറിവ് അത്യാവശ്യമാണ്. സ്ത്രീക്കും പുരുഷനും. അതെ, രണ്ടുപേർക്കും വേണം. പക്ഷേ സാധാരണഗതിയിൽ കുടുംബത്തിന്റെ കാര്യങ്ങൾ കൂടുതൽ നോക്കുന്നത് സ്ത്രീകളായതുകൊണ്ട് അവർക്ക് ഇതിൽ നല്ല കഴിവ് നേടുന്നത് കുടുംബത്തിന് വളരെ നല്ലതാണെന്ന് അദ്ദേഹം കരുതുന്നു. അതായത് വീട് എന്ന് പറയുന്നത് വെറും ഒരു കെട്ടിടമല്ല, അടുത്ത തലമുറയെ വളർത്തുന്ന, ബന്ധങ്ങൾ നിലനിർത്തുന്ന ഒരു പ്രധാന ഇടമാണ്. അതിനെ നന്നായി മാനേജ് ചെയ്യണം. കൃത്യം അതാണ്. വീട്ടിലെ അന്തരീക്ഷം നല്ലതാക്കുക, കയ്യിലുള്ള പൈസ കൊണ്ട് കാര്യങ്ങൾ നടത്തുക, നല്ല ഭക്ഷണമുണ്ടാക്കുക, കുട്ടികളെ നന്നായി വളർത്തുക. ഗർഭകാലത്തും പ്രസവശേഷവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വീട് ഭംഗിയായി സൂക്ഷിക്കുക, ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ആഹാ. ഇത് ഇരിക്കുന്നൊരു പുതിയ ചിന്തയാണ്. കാരണം ഹോം സയൻസിന് പലപ്പോഴും ഒരു അത്ര പ്രാധാന്യമില്ലാത്ത വിഷയമായിട്ടാണ് കാണാറ്. അതെ. പക്ഷേ ഇവിടെ അതിനെ കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ അടിത്തറയായിട്ടാണ് കാണുന്നത്. പിന്നെ പെൺകുട്ടികൾക്ക് അക്കാദമിക് വിദ്യാഭ്യാസത്തിന്റെ കൂടെ പ്രായോഗിക തൊഴിൽ പരിശീലനം നൽകണമെന്നും പറയുന്നു. അതെന്തിനാണ്? അവർക്ക് വീട്ടുജോലികളിൽ ഒരു കഴിവ് നേടാം. അതോടൊപ്പം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന വരുമാനം കിട്ടുന്ന ജോലികൾ പഠിക്കാം. തയ്യൽ, എംബ്രോയ്ഡറി, എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നത്, കരകൗശല വസ്തുക്കൾ. അതെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിലൂടെ അവർക്ക് സാമ്പത്തികമായി ഒരു സ്വാതന്ത്ര്യം കിട്ടും. സ്വലംബൻ എന്ന വാക്ക്, സ്വയം പര്യാപ്തത. അതെ, സ്വയലംബൻ. അത് വളരെ പ്രധാനമാണ്. പഠനം കഴിഞ്ഞൊരു ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ ഒരു കഴിവുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകും. ശരിയാണ്. കുടുംബത്തിനും അതൊരു സഹായമാകും. അക്കാഡമിക് പഠനത്തിന്റെ കൂടെ തന്നെ ഒഴിവു സമയത്ത് ഇതൊക്കെ പഠിക്കാം. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു പ്രാക്ടിക്കൽ രൂപം കൂടിയാണിത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത് വിദ്യാഭ്യാസം ജീവിതത്തോട് ചേർന്ന് നിൽക്കണം, അത് വ്യക്തികളെ അറിവും കഴിവും മൂല്യങ്ങളുമുള്ളവരാക്കണം, സ്വയം ജീവിക്കാൻ പ്രാപ്തരാക്കണം. തീർച്ചയായും. വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടി കാണാതെ പഠിക്കുന്ന രീതി മാറണം. ചിന്തിക്കാൻ പഠിപ്പിക്കണം, പ്രശ്നങ്ങളെ നേരിടാൻ പഠിപ്പിക്കണം. വ്യക്തിത്വ വികാസം, സ്വഭാവം, പ്രാക്ടിക്കൽ സ്കിൽസ്, ഇതിനൊക്കെ ഊന്നൽ കൊടുക്കണം. അതെ, അത് വ്യക്തികൾക്കും നല്ലതാണ്, സമൂഹത്തിനും നല്ലതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ആചാര്യജി പറയുന്ന ഈ പ്രായോഗിക വിദ്യാഭ്യാസം ഇന്നത്തെ കാലത്ത് എത്രത്തോളം വേണം? നിങ്ങളുടെയൊക്കെ സ്കൂൾ പഠിത്തം ജീവിതത്തിൽ എപ്പോഴാണ് ശരിക്കും ഉപകാരപ്പെട്ടത്? അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് എന്തൊക്കെ പ്രായോഗിക അറിവുകളാണ് തീർച്ചയായും കിട്ടേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ നാട്ടറിവുകളുണ്ടല്ലോ, പാരമ്പര്യമായി കിട്ടിയ അറിവുകൾ, തൊഴിൽ രീതികൾ, അതിലൊക്കെ ഒരുപാട് പ്രായോഗിക ജ്ഞാനമുണ്ട്. ശരിയാണ്. ഈ പഴയ അറിവുകളെ പുതിയ വിദ്യാഭ്യാസ രീതികളുമായി എങ്ങനെ യോജിപ്പിക്കാം? അങ്ങനെ നമ്മുടെ നാടിന് പറ്റിയ കൂടുതൽ അർത്ഥവത്തായ ഒരു പഠനരീതി ഉണ്ടാക്കാൻ പറ്റുമോ? അതൊരു നല്ല ചിന്തയാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് സ്വന്തമായി ആലോചിക്കാവുന്നതാണ്. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ
ബച്ചോं കോ വോ പഠായേം ജോ കാം ആയേ എന്ന പുസ്തകത്തിലെ ആശയങ്ങളിലേക്കുള്ള നമ്മുടെ ഇന്നത്തെ ഈ അന്വേഷണം ഇവിടെ നിർത്തുകയാണ്. ജീവിതത്തിൽ ഉപകാരപ്രദമായ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പുതിയ ചില ചിന്തകൾ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി. നന്ദി.